നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത മഴയിൽ ആറന്മുളയിൽ അതീവ ഗുരുതര സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. പ്രളയസമാന സാഹചര്യമാണ് നിലവിൽ ആറന്മുളയിലുള്ളത്. റോഡുകളെല്ലാം വെള്ളം കയറി മുങ്ങിയിരിക്കുകയാണ്. റോഡ് ഏതാണ്, തോട് ഏതാണ് എന്നറിയാത്ത സാഹചര്യം. ആറന്മുള ക്ഷേത്ര പരിസരത്ത് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. ഇവിടെ മുട്ടിനു മുകളിൽ വെള്ളമുണ്ടായിരുന്നു. ഇപ്പോൾ അതിലും കൂടിയിരിക്കുകയാണ്. മന്ത്രി പി സി വിഷ്ണുനാഥ് അടക്കമുള്ളവർ ആറന്മുളയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ആറന്മുള MLA അബിൻ വർക്കിയും റോഡുകളിലൂടെയൊക്കെ വള്ളത്തിലൂടെ പോയി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെയും രക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഒരാശ്വാസമായി പറയാനുള്ളത്, കേരളത്തിൻ്റെ സൈന്യം അവർ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി. മറ്റാരുമല്ല, മത്സ്യത്തൊഴിലാളികളുടെ കാര്യമാണ് പറയുന്നത്. അവരാണല്ലോ കേരളത്തിൻ്റെ സൈന്യം. അവർ ശക്തമായി പലയിടത്തേക്കും ഇറങ്ങിയിട്ടുണ്ട്. ആരും അവരോട് ആവശ്യപ്പെട്ടില്ല നിങ്ങൾ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ ഇറങ്ങൂ എന്ന്. എല്ലാ സമയത്തും നമ്മൾ അവരുടെ ഒരു കൈത്താങ്ങ് കാണാറുള്ളതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ വെളിച്ചം നമ്മൾ അറിഞ്ഞിട്ടുള്ളവരുമാണ്. കാരണം 2018 നമുക്കറിയാം, പ്രളയത്തിൽ കേരളം മുങ്ങിപ്പോയതാണ്. അന്ന് നമ്മളെ കൈപിടിച്ചുയർത്തിയവരിൽ മുൻപിലുണ്ടായിരുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അവരും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ആറന്മുളയുടെ, അതായത് വെള്ളം കയറി മുങ്ങിയ പല പ്രദേശത്തേക്കും ബോട്ടുകളും ചെറുവള്ളങ്ങളും ഒക്കെ ആയിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുന്നത്. അത് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഒരു ഇടപെടൽ കൂടി ആവശ്യമാണ്. ജനങ്ങളും സർക്കാരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്. ഒരാൾ പോലും ആവശ്യപ്പെടാതെ ഈ ദുരിതഘട്ടത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയ കേരളത്തിൻ്റെ സൈന്യത്തിന് ഒരു വലിയ കയ്യടി കൊടുക്കണം. 2018 നമ്മൾ കണ്ടതായിരുന്നു, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ അവർ നേരിട്ടിറങ്ങുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആരും അവരോട് പറഞ്ഞില്ല, അവർ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആ മനുഷ്യരുടെ സ്നേഹം വീണ്ടും നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ആറന്മുള MLA അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഹെൽപ്പ് ലൈനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കയറുന്നതിനനുസരിച്ച് ആളുകളെ ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് PC വിഷ്ണുനാഥും പറഞ്ഞു. കൊല്ലത്ത് നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ എത്തിയത്. റാന്നിയിൽ വെള്ളം കുറയുമ്പോൾ ആറന്മുളയിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾ ഒരു കൈത്താങ്ങുമായി എത്തുമ്പോൾ അവർക്കൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും നിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പുകളിലേക്ക് എല്ലാവരെയും മാറ്റിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വെള്ളം ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള മറ്റൊരു നീക്കവും നടക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വമാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, 2018 അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ സൈന്യമാണ് എന്ന് പറഞ്ഞത്. പിന്നീട് അവരോട് നന്ദികേട് കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഈ സർക്കാരിനോടും പറയാനുള്ളത്, എല്ലാ തവണയും അവർ രക്ഷകരായി എത്താറുണ്ട്. അവരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നാണ് ഈ സർക്കാരിനോടും പറയാനുള്ളത്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സർക്കാരുകൾ തയ്യാറാകുക. അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് വേണ്ട അവരുടെ അവകാശങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കുക. കാരണം എല്ലാ കാലത്തും അവർ ദുരിതത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി ഒരു അവഗണന അവർ നേരിടരുത്. കാരണം സർക്കാർ തന്നെയാണ് അവരെ കേരളത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞത്. ആ രക്ഷകരെ കൈവെടിയുന്നത് ഒരു നല്ല സർക്കാരിന് ചേർന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന, ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളൊക്കെ അവസാനിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൂടി സർക്കാർ ചെയ്തു കൊടുക്കുക എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ സർക്കാർ ചെയ്തു കൊടുത്തില്ലെങ്കിലും, കാരണം അവരെ അവഗണിക്കുന്ന ഒരു രീതിയാണല്ലോ ഈ സർക്കാരുകളുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ അവഗണന കാണിച്ചാൽ പോലും ഈ കേരളത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവർ രംഗത്തേക്ക് ഇറങ്ങാറുണ്ട്. എന്തായാലും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി VD സതീശൻ വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതാത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്യാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥിന് പുറമെ തിരുവനന്തപുരത്ത് CP ജോണും കോട്ടയത്ത് മോൻസ് ജോസഫും ഇടുക്കിയിൽ അനൂപ് ജേക്കബുമാണ് എല്ലാം ഏകോപിപ്പിക്കുന്നത്. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ MLA-മാരുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം കളക്ടർമാർക്ക് ഏതടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട നിലവിലെ മുന്നറിയിപ്പുകളെ അതീവ ഗൗരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ദുരിതബാധിതരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ
സർക്കാർ അടിയന്തരവും ഫലപ്രദവുമായ ഇടപെടൽ നടത്തണം. രക്ഷാപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾക്ക് കാലതാമസമില്ലാതെ നഷ്ടപരിഹാരം നൽകുകയും വേണം. അതോടൊപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മറ്റ് സർക്കാർ ഏജൻസികളും നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയുടെയും പമ്പയിലെ വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ ഭക്തർ ശബരിമല ദർശനം കഴിവതും ഒഴിവാക്കണമെന്ന് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന. നിറപുത്തരി ചടങ്ങുകൾക്ക് ശബരിമല നട തുറക്കുന്ന ഓഗസ്റ്റ് 2, 3 തീയതികളിൽ ശബരിമല ദർശനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭക്തരോടാണ് ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന. കഴിവതും നമുക്കറിയാം, ഈ ശബരിമല നട തുറക്കുന്ന സമയത്ത് എല്ലാ മാസവും പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു എല്ലാ മാസവും പോയി അയ്യപ്പനെ കാണുന്ന ഒരു കൂട്ടം ഭക്തരുണ്ട്. പക്ഷെ അവരോട് പറയാനുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം കുറച്ചു മോശമായതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ഒരു ദുരന്ത മുഖത്തിലൂടെ, പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ജനങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്വയം സുരക്ഷിതരാകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ഒഴിവാക്കാൻ കഴിയുന്നവർ പരമാവധി ആ യാത്ര ഒഴിവാക്കുക. കേരളത്തെ വിറപ്പിച്ചുകൊണ്ടാണ് കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു മഴക്കെടുതിയിൽ. 2018 പ്രളയമാണ് എല്ലാവരും ഈ ഒരു ഘട്ടത്തിൽ ഭയത്തോടെ ഓർക്കുന്നത്. മഴക്കെടുതിയിലും വെള്ളക്കെട്ടിലും അകപ്പെട്ട് 7 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാറ്റിലും മണ്ണിടിച്ചിലും നിരവധി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കൃഷിസ്ഥലങ്ങൾ പൂർണ്ണമായി മുങ്ങിപ്പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ. പല സ്ഥലങ്ങളിലും റോഡ് മുങ്ങിയതിനെ തുടർന്ന് ഗതാഗതം താറുമാറായി കിടക്കുകയാണ്. കനത്ത മഴക്കെടുതി തുടരുന്ന മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കാസർഗോഡും എറണാകുളത്തും തിരുവനന്തപുരത്തും കടലാക്രമണവും രൂക്ഷമാണ്. സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പരീക്ഷകൾ ചിലതൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 2 നടത്താൻ തീരുമാനിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മോശം കാലാവസ്ഥ കാരണം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരത്തിന് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഗവൺമെന്റ് മോഡൽ HSS, കൊയിലാണ്ടി GVHSS എന്നീ സെന്ററുകളിൽ നാളെ, അതായത് ഓഗസ്റ്റ് 2 തീയതി നടത്താനിരുന്ന ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് പരീക്ഷ മഴയെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇനി മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പൊട്ടി വീണ വൈദ്യുതി കമ്പികൾ, തകരാറിലായ ലൈനുകൾ, വൈദ്യുതി ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും സമീപിക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. എല്ലാവരും ജാഗ്രത പാലിക്കുക. കഴിവതും ഈ വെള്ളത്തിലൂടെ ഇറങ്ങി നടക്കാതിരിക്കുക എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങൾ കണ്ടാൽ മറ്റുള്ളവരെയും അപകട മേഖലയിൽ നിന്ന് അകറ്റി നിർത്തുകയും മുകളിൽ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ഉടൻ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്യുക. ജനങ്ങളോട് ആവർത്തിച്ചു പറയാനുള്ളത് നിങ്ങൾ സ്വയം സുരക്ഷിതരാകുക എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.